റമലാൻ മാസമായിട്ട് ജസ്ന പൊട്ടുകുത്തി വീഡിയോ ചെയ്തെന്ന് പറഞ്ഞിട്ട് എത്ര ആൾക്കിപ്പം കണ്ടന്റ് ഇടാൻ പറ്റും? എത്ര ആൾക്ക് ഇതിൻ്റെ താഴെ കമൻ്റ് ഇടാൻ പറ്റും? എങ്ങനെ ഇருக்கு? ரொம்ப അഴകാ ഇരിക്കില്ലേ? അതേ, പൊട്ടുകുത്തിയതിനിപ്പം വിമർശനങ്ങളുമായിട്ട് ഒരുപാട് ആൾക്കാർ വരും. അത് വിമർശിച്ചോട്ടെ. വിമർശനം എന്ന് പറയുന്നത് വിമർശിക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിമർശിക്കൂ, അതിനായിട്ടാണ് ഞാൻ. അപ്പോൾ കോസ്റ്റ്യൂമിനനുസരിച്ചിട്ട് പൊട്ടൊക്കെ കുത്തി ഒരു വീഡിയോ ഒക്കെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഒരു സിന്ദൂരം കൂടിയൊക്കെ ഇട്ടാൽ പൊളിയാവൂലേ? സുമംഗലി അല്ലേ? അപ്പോൾ സിന്ദൂരം തൊടുന്നതിന് വലിയ വിരോധമൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെയാണ്. ഞാൻ മാത്രമല്ല, ഒരു ഹായ് കൊടുക്ക്. ഹായ് ഹായ് ഗായ്സ്. ഓന് വീഡിയോ ഓൺ ആക്കുമ്പോൾക്ക് പിന്നെ ഗായ്സിന് കൊട്ടുവായ തുറന്ന് ഗായ്സ് ഇടുവോ? ഡേ ബഹുമാനം വേണം. അയ്യാടാ, നമ്മള് ക്യാമറ പിടിച്ച് അങ്ങനെയല്ല പിടിക്കുക, ഇങ്ങനെയാ പിടിക്കുക. അപ്പോൾ എന്തേ എൻ്റെ കൂടെ ഇവനോട് പാടാ, എൻ്റെ ഫോണ്. അപ്പം അങ്ങനെയാണ് എക്സാം. എൻ്റെ പൊന്നെ, അങ്ങനെ വെക്കണ്ട. പോടാ, എനിക്കറിയാം എടുക്കാൻ. നിനക്ക് ഭംഗിയില്ലാന്ന് വിചാരിച്ചിട്ട് നീ ക്യാമറ തട്ടിപ്പറിക്കാൻ നിൽക്കണ്ട. 17 Pro, ഓക്കെ? എനിക്കറിയാം. ഞാൻ ഫോൺ കണ്ടതിന് ശേഷമല്ലേ നീ കാണലൊടുങ്ങിയത്? ഞാൻ കണ്ടതിന് ശേഷമാണോ നീ ഫോൺ കാണലൊടുങ്ങിയത്? ആ, എന്നാൽ പിന്നെ അങ്ങോട്ട് മിണ്ടണ്ട കേട്ടോ. എനിക്ക് 10-18 വയസ്സായപ്പല്ലേ നീ ഭൂമിയെ കാലുത്തിയേ അല്ലേ? ആണോ? അന്നപ്പോ നിനക്ക് സംസാരിക്കാനുള്ള വോയിസ് അവിടെ ഇല്ല കേട്ടോ. ആ കണ്ടോ, എന്നെ ഭയങ്കര പേടിയാ. കയ്യൊന്നും കെട്ടണ്ട, കഴിച്ചിട്ടേക്കെ. ബഹുമാനം അത്രക്ക് മതി. ഓവറായിട്ട് ബഹുമാനിക്കുമ്പോൾ ഒരു എന്താ പറയാ, ഭയങ്കര എളിമയുള്ള കുട്ടിയാണ് പറയടാ. എന്തായാലും മോഹൻലാലിന്റെ ഒരു ഡയലോഗില്ലേ, അച്ഛനാ പറയുന്നത് കത്തിതായടടാ. തിലകനും മോഹൻലാലും കൂടി. അയ്യോ 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 അയ്യോ, എന്തിനു പറ്റു? മോഹൻലാലിന്റെ അച്ഛൻ പറഞ്ഞെന്ന് ആരായാലും പറഞ്ഞിക്കോ. ഓക്കെ. അപ്പം ഇന്ന് എക്സാം കഴിഞ്ഞിട്ട് വന്നതാണ്. എക്സാം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? ആർക്ക് പ്രശ്നമല്ല? നിനക്ക് പ്രശ്നമില്ല. അയ്യോ. എന്നിട്ട് എത്ര മാർക്ക് പ്രതീക്ഷിക്കാം? 20. കുറച്ചും കൂടി കുറയോ? കറക്റ്റ് കിട്ടിയല്ലോ. നാളെ ഏതാ വിഷയം? അറബി. എങ്ങനെയുണ്ടാവും? അങ്ങനെ പറയരുത്. അതെന്താ പൊട്ടൂന്ന് എത്ര ഉറപ്പിച്ച് പറയാൻ കാരണം? പൊട്ടൂല, പക്ഷെ പൊട്ടിയതുപോലെ ഒരു തോന്നല്. അറബി അറിയില്ലേ? എന്താ അറബി അറിയാത്ത? എന്തുകൊണ്ട്? ആ, എല്ലാവരും ചോദിക്കാറുണ്ട് ജസ്ന സലീമിന്റെ കുട്ടികൾ മദ്രസയിൽ പോകലുണ്ടോ എന്ന്. അതിന് ആൻസർ കൊടുത്തേ. ബാപ്പ കാണൂട്ടോ വീഡിയോ. ആ, അല്ല, എത്ര ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ചു? 2ാം ക്ലാസ്. ഗുഡ് ബോയ്. 2ാം ക്ലാസ്സിൽ വെച്ചിട്ട് പഠനം നിർത്തി. മോള് തീരും പോയിട്ടില്ല കേട്ടോ. അതിൻ്റെ അടുക്ക് 2 പൊട്ടെന്ന് വിചാരിച്ച് തീരും പോയില്ല. 2 പൊട്ടെന്ന് വിചാരിച്ച് തീരും പോയില്ല. ഇവനെ ഫസ്റ്റിൽ കൊണ്ടുപോയ സമയത്ത് അവളെ അവിടെ കുറച്ച് ദിവസം, ഒരു 4-5 ദിവസം അവിടെ നിർത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് കുഞ്ഞാട്ടോ. എന്തായാലും ഇവനെ ഞാൻ കൊണ്ടുവച്ചാക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവളെ ഒന്ന്
അവിടെ നിർത്തി നോക്കിയിട്ടുണ്ടായി, പക്ഷെ അവളും പോയിട്ടില്ല. ഇവന് 2ാം ക്ലാസ് വരെ പോയി. എന്നിട്ടേ സ്കൂളിൽ അറബിക്ക് വയ്യോട്ടാണ്. പൊതുവേ മുസ്ലിം നാമധാരികളായിട്ടുള്ള കുട്ടികൾ അറബിക്ക് മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാരാണല്ലോ. കാരണം മദ്രസയിൽ നിന്നും അവർക്ക് അറബി എന്ന് പറയുന്നൊരു സംഭവം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമല്ലോ. അപ്പം എൻ്റെ 2 മക്കളുടെ അറബി ടീച്ചർമാരോടും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അറബി അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവരെ അടിക്കാൻ നിൽക്കരുത്. കാരണം അവർ മദ്രസയിൽ പോയിട്ടില്ല. പൊതുവേ മുസ്ലിം നാമധാരികളായിട്ടുള്ള കുട്ടികൾ മദ്രസയിൽ പോയിട്ട് കറക്റ്റ് നല്ല അറബിയൊക്കെ അറിയാവുന്ന കുട്ടികളായിരിക്കും. അതുകൊണ്ട് മറ്റുള്ള കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ഇവരെ ഇൻസൾട്ട് ചെയ്യാനോ അറബി അറിയില്ലെന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിൽ കളിയാക്കാനോ അങ്ങനെ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. ഇവർ മദ്രസയിൽ പോയിട്ടില്ല എന്ന് പ്രത്യേകിച്ച് ഇവരുടെ അറബിയുടെ ടീച്ചർമാർക്ക് ഞാൻ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ ആരെങ്കിലും ചീത്ത അറിഞ്ഞിട്ടുണ്ടോ? ഇവൻ്റെ ആ ടീച്ചറുടെ പേരെന്തായി? നമ്മുടെ UP-യിലുണ്ടായ ടീച്ചർ ഷാക്കിറ ടീച്ചർ. ആ ടീച്ചർ ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട്. പൊതുവേ ഇങ്ങനെയൊക്കെ എന്താ പറയുക, നീ കൃഷ്ണനെ വരയ്ക്കുന്നു എന്നതിൻ്റെ പേരിൽ കുട്ടികളെ മാറ്റി നിർത്തുന്നതിന് പകരം കുട്ടികൾക്ക് മദ്രസ വിദ്യാഭ്യാസം കൊടുത്തിട്ട് നിന്നെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനാണ് പലരും ശ്രമിക്കുക. പക്ഷേ ഇത് നിൻ്റെ കുട്ടികളാണെന്ന് അറിഞ്ഞ് മദ്രസ വിദ്യാഭ്യാസം കൊടുക്കാതിരുന്നതിൽ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, ഓൾക്ക് അത്യാവശ്യം വേണ്ടത് അറബി എഴുതാനും വായിക്കാനും അറിയുക എന്നുള്ളതാണ്. അത് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ഒരു ടീച്ചറുണ്ട് ഇവൻ്റെ. അത് ഭയങ്കര എനിക്ക് എന്താ പറയുക, ഒരമ്മ എന്ന നിലയിൽ എനിക്ക് ഭയങ്കര ഒരു ധൈര്യമായിരുന്നു കേട്ടോ. ആ ടീച്ചറല്ലേ മോക്കു? ഓളും മലയാളത്തിനല്ലേ? ഓളൊന്നിനുമില്ല. മലയാളത്തിനുണ്ടോ? അറബി, ഉറുദു, മലയാളം ഏതെങ്കിലും? ഇനി അറബിക്ക് അല്ല മലയാളത്തിന് പോലില്ലേ മോളെ? അല്ല അറബിക്ക് പിന്നെ ക്ലാസ്സിൽ നിന്ന് മാറിയിട്ട് മലയാളത്തിന് കൂടിയില്ലേ? അറബിയും സംസ്കൃതമേ ഉള്ളൂ. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ മലയാളം, അല്ലെ ഉറുദു, അല്ലെ അറബി, 3 ഓപ്ഷനായി ഉണ്ടായിരുന്നത്. എന്നിട്ട് ഇങ്ങനെ അറബി ക്ലാസ്സിന് എന്താക്കല? അറബി ക്ലാസ് തന്നെ കുത്തിരിക്കല? ക്ലാസ് തന്നെ കുത്തിരിക്കലാണോ എന്ന് ചോദിച്ചാൽ അല്ല, ക്ലാസ് തന്നെ കുത്തിരിക്കുന്നു. അപ്പോൾ അറബി ക്ലാസ് എൻ്റെ ക്ലാസ് എന്നല്ലേ? അപ്പോൾ ആ ക്ലാസ്സിന് എന്താക്കൂ? ഇതെനിക്ക് വട്ടായതാണോ ഓക്ക് വട്ടായതാണോ എന്നുള്ളത് അറിയില്ല. അറബി ഓള് മാറിക്കുന്നുള്ളത് അറിയായിരുന്നു. ഞാൻ വിചാരിച്ചു മലയാളത്തിന് കൂടിയിട്ടുണ്ട് എന്നുള്ളത്. അവളുടെ ഗാർഡിയൻ ഇതാ, ഒക്കെ ഇവനോടാണ് പറയുക, എന്നോട് പറയലില്ല. ഞാൻ ഓരോരോ തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ട് എന്നോടൊരു കാര്യവും പറയലില്ല കേട്ടോ, ഒക്കെ ഇവനോടാണ് പറയൽ. ഇവനാണ് ഓളെ ലോക്കൽ ഗാർഡിയൻ. ലോക്കൽ അല്ല, STD ഗാർഡിയൻ. അപ്പം അങ്ങനെ ഇളക്കല്ലടോ. എന്തിനാ ഇളകുന്ന്? അപ്പം അങ്ങനെയാണ്. അപ്പം റമദാൻ മാസം പൊട്ടുകുത്തി ജസ്നിയും മകനും വീഡിയോയിൽ, മകനെ കൂട്ടണ്ട കേട്ടോ, എന്നെ കൂട്ടിയാൽ മതി, എന്നെ എയറിൽ കയറ്റിയാൽ മതി, അവനെ കേട്ടാൽ നിൽക്കണ്ട. പാവം. അതേ, എൻ്റെ എനിമിയായ ഒരാൾ കത്തി വെപ്പിച്ച് പറയിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടും അതേപോലെ വേറൊരു എനിമി എന്ന് പറഞ്ഞ് പറയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് ഇവൻ കാണാനിടയായി. അതുകൊണ്ടാണ് ഇവൻ കളിയാക്കുന്നത്. നിങ്ങൾ ഫസ്റ്റിൽ കാണുന്ന ആൾക്കാരോ അല്ല എൻ്റെ ഫോളോവേഴ്സായിട്ടുള്ള ആൾക്കാരോ ആ വീഡിയോ കാണാത്ത ആൾക്കാരോ എന്താണ് ഞങ്ങളിങ്ങനെ കളിയാക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ കളിയാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് കളിയാക്കുന്നത്. ഞാൻ വീഡിയോ എപ്പോൾ ഓണാക്കിയാലും ഇവനാണെങ്കിലും അരുണിനാണെങ്കിലും അപ്പേക്ക് കൊട്ടുപോയിടണം. പിന്നെ പുകയാണല്ലോ പോയത്.
വായി എന്ന് പറയുമ്പോൾ നല്ലോണം തുറക്കണ്ട വായി ഇതെന്താ ഇത് മനഃപൂർവ്വം അടക്കി വായേന്ന് പറയുമ്പോൾ അത് തുറക്കൂല. അപ്പം അടച്ചെടുക്കുന്നല്ലോ. അങ്ങനെയാണ്. എന്നിട്ട് അപ്പോൾ വേറെ എന്തെങ്കിലും പറയാനുള്ളത്? നോമ്പ് തുറന്നില്ലേ? ഇന്നെത്ര നോമ്പ് പറ്റി? ഇന്നെത്ര നോമ്പ് നോറ്റി? 16. ഇന്നോ? മൊത്തം 16 എണ്ണം പറ്റി. അല്ല, ഇന്ന് എത്ര എണ്ണം നോറ്റി? 16 എണ്ണം അല്ലേ? 16 എണ്ണം അല്ലേ? അപ്പം ഞാൻ 3 നോമ്പ് വെൽക്കലുണ്ട് എന്നുള്ള ഇപ്പോൾ കറക്റ്റ് തെളിവ് സഹിതം നിങ്ങൾക്ക് കിട്ടിയല്ലോ. അതാണ് എൻ്റെ മകൻ. നമ്മൾ അതിൻ്റെ പിയാ. അപ്പം ഓന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഗെയിം. ആ എന്താ കുണുകുണു. അപ്പം അങ്ങനെയാണ്. അപ്പോൾ പൊട്ടുകുത്തി വീഡിയോ ചെയ്തെന്ന് പറഞ്ഞിട്ട് വിമർശനങ്ങളുമായിട്ട് വിമർശിക്കാൻ വരുമോ? ഒരിക്കൽ കൂടി പറയുകയാണ്, വിമർശനങ്ങൾ വിമർശിക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോ വിമർശനങ്ങളും ഞാൻ ഇതിൻ്റെതായ കമൻറ്റുകളായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുമെന്നുള്ള വിശ്വാസത്തോടെ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ലഞ്ച്. ജസ്ന ശരി. അതാണല്ലോ ജസ്ന സിലി. ഓക്കെ.